The next, time to expiration. ടൈം ടു എക്സ്പിരേഷനും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് സമയം കൂടുന്തോറും നമ്മളുടെ പീരീഡ് എത്രയാണോ ഓപ്ഷൻ്റെ പീരീഡ് വരുന്നത് അത് ഡേറ്റ് കൂടുന്തോറും അതിനനുസരിച്ചിട്ട് ഓപ്ഷൻ്റെ പ്രൈസും കൂടി വരും. വിത്ത് മോർ ടൈം അവൈലബിൾ ദർ കുഡ് ബി ഗ്രേറ്റർ ചാൻസസ് ഓഫ് അച്ചീവിംഗ് ദി എക്സസൈസ് പ്രൈസ്. ദിസ് ഈസ് ട്രൂ ഫോർ ബോത്ത് കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ. സോ ദ ഓപ്ഷൻ വിത്ത് ഹയർ ലൈഫ് വിൽ ബി വാല്യൂഡ് മോർ ദാൻ ദ ഓപ്ഷൻ വിത്ത് ഷോർട്ടർ ലൈഫ്. The next, volatility or variability of the price of the stock. ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിലുള്ള വാരിയേഷൻസ് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ വൊളറ്റാലിറ്റി അതും ഓപ്ഷൻ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വൊളറ്റാലിറ്റി റിഫേഴ്സ് ടു ദ ഡിഗ്രി ടു വിച്ച് ദ പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ഓർ സ്റ്റോക്ക് ഇൻഡെക്സ് ടെൻഡ് ടു ഫ്ലക്ച്വേറ്റ് ഓവർ ടൈം. ഹയർ ദ വൊളറ്റാലിറ്റി മേക്ക് ദ കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ മോർ എക്സ്പെൻസീവ്. ദാറ്റ് ഈസ് ഓപ്ഷൻ പ്രീമിയം വാല്യൂ കൂടുതലായിരിക്കും. Interest rate. Higher the interest rate, lower the present value of the exercise price. ഇൻട്രസ്റ്റ് റേറ്റും എക്സസൈസ് പ്രൈസും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണുള്ളത്. ആസ് എ റിസൾട്ട് ദ വാല്യൂ ഓഫ് ദ കോൾ വിൽ ഇൻക്രീസ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ പുട്ട് വിൽ ഡിക്രീസ്. ദെൻ ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ദ ബെനിഫിറ്റ് ഓഫ് ദ ഓണർഷിപ്പ് എക്രൂ ഓൺലി ടു ദ ഹോൾഡർ ഓഫ് ദി അസെറ്റ് നോട്ട് ടു ദ ഹോൾഡർ ഓഫ് ദ ഡെറിവേറ്റീവ്. നമ്മളിപ്പോൾ ഡിവിഡൻഡ് കിട്ടുക ആർക്കാണ്? ഒരു അസറ്റ് കൈവശമുള്ള ഒരാൾക്കാണ്. അതേസമയം നമ്മളെ കയ്യിലൊരു ഡെറിവേറ്റീവാണ് കയ്യിലുള്ളത് എങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടില്ല. സോ വെൻ ദ ഡിവിഡൻസ് ആർ പെയ്ഡ് ഇറ്റ് വുഡ് ബി മോർ ബെനിഫിഷ്യൽ ടു ഹോൾഡ് ദ അസെറ്റ് ദാൻ ടു ഹോൾഡ് ദ കോൾ. നമ്മളൊരു കോൾ കയ്യിൽ വയ്ക്കുന്നതിന് പകരം നമ്മുടെ കയ്യിലൊരു അസറ്റാണ് എന്നുണ്ടെങ്കിൽ, അതായത് അസറ്റ് കൈവശം വെച്ചിട്ട് നമ്മളൊരു പുട്ട് ഓപ്ഷനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എങ്കിൽ അവിടെ എന്താണ്, നമുക്ക് ഡിവിഡൻറ്റ് കൂടുതലായിരിക്കും, അതായത് ഡിവിഡൻറ്റ് കിട്ടും. ദ വാല്യൂ ഓഫ് ദ കോൾ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ്ഡ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് വാല്യൂ ഓഫ് ദി കോൾ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ വാല്യൂ ഓഫ് ദ പുട്ട് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ്ഡ് ഡിവിഡൻറ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീറ്റെയിൻ ഓണർഷിപ്പ് ഓഫ് ദി അസറ്റ് ടിൽ എക്സസൈസ്. നമ്മൾ ഒരു അസറ്റ് കൈവശം വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അസറ്റ് കൈവശം വെക്കാം. അപ്പോൾ വാല്യൂ ഓഫ് ദ പുട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും വിത്ത് ഇൻക്രീസ്ഡ് ഡിവിഡൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് വാല്യൂ ഓഫ് ദ പുട്ട്, കാരണം പുട്ട് ഓപ്ഷനും എന്താകും, അതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് പുട്ട് കോൾ പാരിറ്റി പ്രൈസിങ് റിലേഷൻഷിപ്പ്. പുട്ട് കോൾ പാരിറ്റി പ്രൈസിങ് റിലേഷൻഷിപ്പ്, അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു സിമ്പിൾ കാര്യം പറയാം. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഈ വാല്യുവേഷൻ ഓഫ് ഓപ്ഷൻസ്, അതായത് നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്ന വാല്യുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കോളിൻ്റെ കേസിൽ, അതായത് കോൾ ഓപ്ഷൻ്റെ കേസിൽ മാത്രമേ കാൽക്കുലേഷൻസ് ഉള്ളൂ. പുട്ട് ഓപ്ഷൻ്റെ കേസിൽ ഇതിനിപ്പോൾ ഏത് തിയറി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ്റെ കേസിലാണ് നമ്മൾക്ക് അതിന് ഇക്വേഷൻ ഉള്ളത്. പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൾ ഓപ്ഷൻ്റെ വാല്യൂവിൽ നിന്നാണ് പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻഷിപ്പാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത് പുട്ട് കോൾ പാരിറ്റി പ്രൈസിങ് റിലേഷൻഷിപ്പ്. ഓക്കെ, പാരിറ്റി ഇൻ ദ വാല്യൂസ് ഓഫ് യൂറോപ്യൻ കോൾ ആൻഡ് യൂറോപ്യൻ പുട്ട്. എന്താണ് യൂറോപ്യൻ കോൾ അല്ലെങ്കിൽ യൂറോപ്യൻ പുട്ട് എന്ന് പറയുന്നത്? എപ്പോഴാണോ എക്സ്പിരേഷൻ ഡേറ്റ് വരുന്നത് ആ പീരീഡിൽ മാത്രം, ആ ഡേറ്റിന് മാത്രം എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനെയാണ് യൂറോപ്യൻ കോൾ ഓർ പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂറോപ്യൻ കോളിൻ്റെ വാല്യൂവും ഒരു യൂറോപ്യൻ പുട്ടിൻ്റെ വാല്യൂവും തമ്മിലുള്ള പാരിറ്റി, അതിൻ്റെ റിലേഷനെയാണ് നമ്മളിപ്പോൾ ഈ പുട്ട് കോൾ പാരിറ്റി പ്രൈസിങ് റിലേഷൻഷിപ്പിലൂടെ പറയുന്നത്. അതായത് നോ ആർബിട്രേജ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് എ യൂറോപ്യൻ കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ വിത്ത് ദ same strike price and expiry date on the same underlying asset. ഒരു സെയിം സ്ട്രൈക്ക് പ്രൈസ് ഉള്ള സെയിം അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്ന ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ യൂറോപ്യൻ കോളും യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ്റെയും വാല്യൂ തമ്മിൽ സെയിം ആയിരിക്കും. അതായത് അതുകൊണ്ട് ഒരാൾക്ക് ഒരു യൂറോപ്യൻ കോൾ ഉണ്ട്, യൂറോപ്യൻ പുട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നിന്നും ഒരു ബെനിഫിറ്റും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഒരു ആർബിട്രേജും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് ദ യൂറോപ്യൻ കോൾ ഈസ് ഇക്വൽ ടു വാല്യൂ ഓഫ് ദ യൂറോപ്യൻ പുട്ട്. അത് സെയിം അസറ്റ് ആയിരിക്കണം, സെയിം അണ്ടർലൈങ് അസറ്റ് ആയിരിക്കണം, സെയിം എക്സ്പയറി ഡേറ്റ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കോളും യൂറോപ്യൻ പുട്ടും തമ്മിൽ ഈക്വൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് അതിൻ്റെ വാല്യൂസ് ഈക്വൽ ആണ്. വാല്യൂ എന്ന് പറയുന്നത് അത് വാങ്ങിയിട്ടുള്ള ആൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അത് സെയിം തന്നെയാണ്. That is the financial relationship between the price of put option and call option on the same underlying asset with identical strike price and expiry. അതായത്
ഒരു യൂറോപ്യൻ കോള് കൈവശം വയ്ക്കുന്ന ആളും ഒരു യൂറോപ്യൻ പുട്ട് കൈവശം വയ്ക്കുന്ന ആൾക്കും കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ വാല്യൂ, അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് ഹാൻസ് സ്റ്റോൾ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടാണ് ഇൻ ദ ഇയർ 1969. ഇനി എങ്ങനെയാണിത് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുന്നത്? ഹിയർ സി പ്ലസ് പി വി ഇൻറ്റു ഇ ഈസ് ഇക്വൽ ടു പി പ്ലസ് എസ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് പോർഷൻ നമ്മൾ പറയുന്നത് യൂറോപ്യൻ കോളിൻ്റെ കേസാണ്. സെക്കൻഡ് പാർട്ട് നമ്മൾ പറയുന്നത് യൂറോപ്യൻ പുട്ടിൻ്റെ പോർഷനാണ്. അതായത് സി എന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കോൾ. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കോൾ, ഒരു കോൾ ഓപ്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിനെയാണ് സി എന്ന് പറയുന്നത്. അതായത് പ്രീമിയം വാല്യൂ 3 rupees. ഇനി പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ സ്ട്രൈക്ക് പ്രൈസ് ഇ ഡിസ്കൗണ്ടഡ് ഫ്രം എക്സ്പിറേഷൻ ഡേറ്റ്. ദറ്റ് ഈസ് എത്ര പെർസെൻറ്റേജ് ആണോ ഇവിടെ പറയുന്നത്. ഒരു കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ കോളിൻ്റെ കേസിൽ നമ്മൾ ഒരു ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്? ആ പീരീഡ് ആവുന്ന സമയത്ത്. ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ എക്സ്പിറേഷൻ നടക്കുന്നത് എങ്കിൽ നമ്മൾ ആ കാലം വരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് സാധനം വാങ്ങിക്കുന്നില്ല. വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനുള്ള റൈറ്റ് കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? ഫണ്ടുണ്ട്, വാങ്ങിക്കാനുള്ള എമൗണ്ട് കയ്യിലുണ്ട്. ആ എമൗണ്ടിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ, അതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ സ്ട്രൈക്ക് പ്രൈസ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ സി പ്ലസ് പി വി എന്ന് പറയുന്നത് നമ്മൾ യൂറോപ്യൻ കോളിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴാണ് വാങ്ങിക്കുന്നത്? ആ പീരീഡ് എക്സ്പിറേഷൻ ഡേറ്റ് ആവുന്ന സമയത്താണ് വാങ്ങിക്കുന്നത്. പക്ഷെ വാങ്ങിക്കാനുള്ള റൈറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ വാങ്ങിക്കേണ്ടി വരും എന്നുള്ളൊരു അസംഷനിൽ നമ്മളുടെ കൈവശം ക്യാഷ് ഉണ്ട്. പക്ഷേ ആ മണി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ഇപ്പോൾ എക്സ്പെൻസ് വന്നിട്ടുള്ളത്? യൂറോപ്യൻ കോള് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പ്രീമിയം കൊടുത്തിട്ടുണ്ട്. ആ പ്രീമിയം എന്ന് പറയുന്നത് 3 രൂപയാണ്. പ്ലസ് പിന്നെ നമ്മൾ ഇത് പിന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ഉണ്ട് 100 രൂപ. ആ 100 രൂപയും 3 രൂപയും കൂടെ കൂടിയാൽ 103 രൂപയാണ് നമ്മളുടെ ഒരു യൂറോപ്യൻ കോള് വാങ്ങിക്കുന്ന കേസിൽ ഒരാൾക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് വരുന്ന എമൗണ്ട്, അയാളുടെ എമൗണ്ട് എന്ന് പറയുന്നത് 103 രൂപയാണ്. ഇനി പുട്ട് ഓപ്ഷൻ്റെ കേസ് നോക്കാം. പുട്ട് ഓപ്ഷൻ്റെ കേസ് എന്ന് പറയുമ്പോൾ പി ഇസ് ഇക്വൽ ടു കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ പുട്ട്. ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം? പ്രീമിയം കൊടുക്കണം. ഇവിടെയും 3 rupees പ്രീമിയം എന്ന് പറയുന്നത്. ഇനി എസ് എന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദി അണ്ടർലൈങ് അസെറ്റ്. ദറ്റ് ഈസ് പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ യൂറോപ്യൻ പുട്ടാകുമ്പോൾ എന്നാണോ ഇത് വരുന്നത്, എന്നാണോ അതിൻ്റെ എക്സ്പിറേഷൻ ഡേറ്റ് വരുന്നത്, ആ ഡേറ്റിൽ നമ്മൾ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മളുടെ കൈവശം എന്തുണ്ട്? നമ്മളുടെ കൈവശം ആ അണ്ടർലൈങ് അസെറ്റ് ഉണ്ട്. അപ്പോൾ ആ അണ്ടർലൈങ് അസെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ ആ അണ്ടർലൈങ് അസെറ്റ് നമ്മളുടെ കൈവശമുണ്ട്. 3 രൂപയും 3 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. സോ ടോട്ടൽ വാല്യൂ 103. അപ്പോൾ ഒരു കോൾ ഓപ്ഷൻ യൂറോപ്യൻ കോൾ കൈവശം വയ്ക്കുന്നതും യൂറോപ്യൻ പുട്ട് നമ്മൾ വാങ്ങിക്കുന്നതും സെയിം ഇമ്പാക്റ്റ് ആണ് വരുന്നത്. യൂറോപ്യൻ കോള് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ എക്സ്പിറേഷൻ ഡേറ്റിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതുവരേക്കും നമ്മൾ വാങ്ങിക്കാനുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ യൂറോപ്യൻ പുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പിറേഷൻ ഡേറ്റിലാണ് നമ്മളത് വിൽക്കുന്നത്. പക്ഷേ വിൽക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ വിൽക്കുന്നത് വരെ നമ്മളുടെ കയ്യിൽ അസറ്റ് കൈവശമുണ്ട്. പക്ഷേ അസറ്റാണ് കൈവശമുള്ളത്, അസറ്റ് കൈവശമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ അസറ്റിന് വാല്യൂ കിട്ടുന്നില്ല. അതുകൊണ്ട് 103 എന്ന് പറയുന്നതാണ് നമുക്ക് വരുന്ന എക്സ്പെൻസ്. ടോട്ടൽ രണ്ടിൻ്റെ കേസിലും ഈക്വൽ ആയിരിക്കും. ഇനി ഇതൊരു എക്സാമ്പിളിലൂടെ പറയാം. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, 2 കേസ്, അതായത് 2 ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ്. സപ്പോസ് കറൻറ്റ് ഇന്നത്തെ വാല്യൂ അറ്റ് ടി ഈസ് ഇക്വൽ ടു 0, അതായത് കറൻറ്റ് വാല്യൂ 0 ആണ്. വാല്യൂ അറ്റ് ടി, അതായത് എക്സ്പിറേഷൻ ടൈമിലുള്ള വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സപ്പോസ് നമ്മൾ പിന്നെ കോൾ ഓപ്ഷൻ്റെ കേസിൽ, ആദ്യത്തേത് കോൾ ഓപ്ഷൻ്റെ കേസിൽ പിന്നെ നമ്മൾ പറയുകയാണ്, കോൾ ഓപ്ഷൻ്റെ കേസിൽ നമുക്ക്
രണ്ട് സിറ്റുവേഷൻ വരികയാണ്. അതായത് ഒന്ന് നമ്മളുടെ സ്ട്രൈക്ക് പ്രൈസ്, എപ്പോഴാണ് കോൾ ഓപ്ഷൻ്റെ കേസിൽ നമുക്ക് ഫേവറബിൾ സിറ്റുവേഷൻ വരിക, വെൻ ദ സ്പോട്ട് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ രണ്ട് സിറ്റുവേഷൻ വരാം. ഒന്ന് ചിലപ്പോൾ നമുക്ക് മാർക്കറ്റിലുള്ള വില കൂടുതലായിരിക്കാം, മാർക്കറ്റിലുള്ള വില കുറവായിരിക്കാം. ഈ രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ST ലെസ് ദാൻ E എന്ന് പറയുമ്പോൾ മാർക്കറ്റിലുള്ള വാല്യൂ കുറവാണ്, പക്ഷേ നമ്മളെ വാല്യൂ ആണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് സിറ്റുവേഷൻ? അതേപോലെ തന്നെ മറ്റേ സിറ്റുവേഷൻ ST ഗ്രേറ്റർ ദാൻ E എന്ന് പറയുമ്പോൾ സ്പോട്ട് പ്രൈസ് കൂടുതലാണ്, മാർക്കറ്റിലുള്ള വിലയാണ്, നമ്മൾ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ സപ്പോസ് ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചു, അതായത് ബൈ വൺ കോൾ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സിറ്റുവേഷനിൽ എന്തായിരിക്കും എക്സ്പിരേഷൻ പീരീഡിൽ നമ്മളുടെ അവസ്ഥ? എക്സ്പിരേഷൻ പീരീഡിൽ ST സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് കുറവാണ്, നമ്മളുടെ വിലയിനേക്കാളും കുറവാണ് സ്പോട്ട് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മളത് എക്സസൈസ് ചെയ്യില്ല. സോ അവിടെ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതേസമയം ST ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സസൈസ് ചെയ്യും. സോ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് ST മൈനസ് E. ഓക്കെ, ഇനി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോൾ ഓപ്ഷൻ വാങ്ങിക്കുന്നു അത് എക്സ്പിറേഷൻ ഡേറ്റിൽ, അതുവരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് E ആണ്. സോ E. ഇനി പിന്നെ മറ്റേ കേസിലും പിന്നെ വാല്യൂ സ്പോട്ട് പ്രൈസ് കൂടുതലായാലും കുറവായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ വാല്യൂ E ആണ്. സോ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് കേസിൽ, ആദ്യത്തെ കേസിൽ എന്താണ്, വെൻ ദ സിറ്റുവേഷൻ ഈസ് സ്പോട്ട് പ്രൈസ് ലെസ് ദാൻ സ്ട്രൈക്ക് പ്രൈസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 0 പ്ലസ് E, ദാറ്റ് ഈസ് E. ഇനി മറ്റേ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ST മൈനസ് E പ്ലസ് E എന്ന് വെച്ചാൽ ST മൈനസ് E പ്ലസ് E വരുമ്പോൾ മൈനസ് ഇയും പ്ലസ് ഇയും ക്യാൻസലായി പോകും, ബാക്കി ST ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അതായത് സ്ട്രൈക്ക് പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ STയും, എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ Eയുമാണ്. ഇത് കോൾ ഓപ്ഷൻ്റെ കേസിൽ. ഇനി നമ്മളൊരു യൂറോപ്യൻ പുട്ടാണ് വാങ്ങിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതാണ് നെക്സ്റ്റ് സിറ്റുവേഷൻ പറയുന്നത്. അറ്റ് T = 0 കറൻറ്റ് വാല്യൂവിൽ പിന്നെ വാങ്ങിച്ചു. അപ്പോൾ പുട്ട് ഓപ്ഷനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ സിറ്റുവേഷൻ, ആദ്യത്തെ സിറ്റുവേഷൻ വെൻ ദ സ്പോട്ട് പ്രൈസ് ഈസ് ലെസ് ദാൻ എക്സസൈസ് പ്രൈസ്, സ്പോട്ട് പ്രൈസ് ആണ് കുറവായിട്ടുള്ളത്. സോ നമ്മൾ ഒരു ഷെയർ വാങ്ങിച്ചു. ആദ്യം നമ്മളെ കയ്യിൽ എന്തുണ്ടായിരിക്കും, അസറ്റ് ഉണ്ടായിരിക്കും. ആ അസറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ST. അതായത് മാർക്കറ്റിലുള്ള വില എന്താണോ അത് ST. അത് രണ്ട് കേസിലും ST ആയിരിക്കും ഉണ്ടാവുക. ഇനി ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചു. ഈ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുമ്പോൾ എക്സ്പിരേഷൻ പീരീഡിൽ എന്താണ് സംഭവിക്കുക, ST ലെസ് ദാൻ E ആകണ സമയത്ത് നമ്മളത് എന്ത് ചെയ്യും, എക്സസൈസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്താൽ E മൈനസ് ST. എക്സസൈസ് പ്രൈസ് കൂടുതലാകുമ്പോഴാണല്ലോ എക്സസൈസ് ചെയ്യാം. സോ ഇവിടെ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് E മൈനസ് ST. അതേസമയം മറ്റേ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ST ഗ്രേറ്റർ ദാൻ E ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾക്ക് അവിടെ ലോസ് ആണ് ഉണ്ടാവുക. സോ അവിടെ എക്സസൈസ് ചെയ്യില്ല. സോ ഹിയർ വാല്യൂ ഈസ് 0. ഇനി ഇവിടെ ടോട്ടൽ വാല്യൂ നോക്കുക. ടോട്ടൽ വാല്യൂ നോക്കുമ്പോൾ ST പ്ലസ് E മൈനസ് ST, ദാറ്റ് ഈസ് ST പ്ലസ് STയും മൈനസ് STയും ക്യാൻസലായി പോവും. ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് E ആണ്. ഇനി മറ്റേ സിറ്റുവേഷനിൽ ST പ്ലസ് 0, ദാറ്റ് ഈസ് ST. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ നോക്കുക, വെൻ ST ലെസ് ദാൻ E ആവുന്ന സമയത്ത് കോൾ ഓപ്ഷൻ്റെ കേസിലും പുട്ട് ഓപ്ഷൻ്റെ കേസിലും E ആണ് വാല്യൂ വന്നിട്ടുള്ളത്. ഇനി ST ഗ്രേറ്റർ ദാൻ E ആവുന്ന സമയത്ത് കോൾ ഓപ്ഷൻ്റെ കേസിലും പുട്ട് ഓപ്ഷൻ്റെ കേസിലും ST ആണ് വാല്യൂ വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് പറയുന്നത്. ഒരു യൂറോപ്യൻ കോൾ വാങ്ങിക്കുന്നതും ഒരു യൂറോപ്യൻ പുട്ട് വാങ്ങിക്കുന്നതും അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഇനി ഇതൊരു വേറൊരു എക്സാമ്പിളിലൂടെ പറയുകയാണ്. അതായത് ഇൻ ദ കേസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു, ഈ ഇൻവെസ്റ്റ് ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടുകയാണ്, ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് എങ്കിൽ ആ ഡിവിഡൻഡും കൂടെ കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ? അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് സിറ്റുവേഷൻ ST ലെസ് ദാൻ E, ST ഗ്രേറ്റർ ദാൻ E, കോൾ ഓപ്ഷൻ്റെ കേസിലും പുട്ട് ഓപ്ഷൻ്റെ കേസിലും. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ വാങ്ങിക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസിൽ നമ്മൾ എക്സസൈസ് ചെയ്യില്ല, സോ വാല്യൂ ഈസ് 0. രണ്ടാമത്തെ കേസിൽ എക്സസൈസ് ചെയ്യും, സോ വാല്യൂ ST മൈനസ്
-E. ഇനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ E മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഇപ്പം നമുക്ക് എന്തും കൂടെ കിട്ടുന്നുണ്ട്, ഡിവിഡൻറ്റും കൂടെ കിട്ടുന്നുണ്ട്. സോ E+D. ഇനി മറ്റേ കേസിലും E+D. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ST ലെസ് ദാൻ ഇൻ്റെ കേസിൽ E+D, ST ഗ്രേറ്റർ ദാൻ ഇൻ്റെ കേസിൽ ST+D. ഇനി ഇത് തന്നെയായിരിക്കും പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുക. അവിടെ നമുക്ക് ഫൈനൽ വാല്യൂ നോക്കിയാൽ കാണാം E+D, മറ്റേത് ST+D. അതായത് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഒരു യൂറോപ്യൻ കോളും യൂറോപ്യൻ പുട്ടും അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആണെന്ന്. ഇനി എന്താണ് യൂസസ് ഓഫ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ്? നമ്മൾ എന്തിനാണ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് എന്നുള്ള തിയറി പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? പുട്ട് കോൾ പാരിറ്റി പ്രിൻസിപ്പിൾ ലിങ്ക് ദ പുട്ട് ആൻഡ് കോൾ ഓപ്ഷൻ പ്രൈസസ്. ഈ രണ്ട് പ്രൈസുകളെയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പുട്ട് കോൾ പാരിറ്റി റിലേറ്റ്സ് ദ പ്രൈസസ് ഓഫ് കോൾ, പുട്ട്, സ്റ്റോക്ക്, ബോണ്ട്. നമ്മൾ ബോണ്ടിൻ്റെ, സ്റ്റോക്കിൻ്റെ, കോളിൻ്റെ, പുട്ടിൻ്റെ ഇതിൻ്റെ എല്ലാം പ്രൈസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പുട്ട് കോൾ പാരിറ്റി ഡെമോൺസ്ട്രേറ്റ്സ് ദാറ്റ് ഗിവൺ ദ പ്രൈസ് ഓഫ് എ കോൾ വൺ ക്യാൻ ഡിറ്റർമിൻ ദി പ്രൈസ് ഓഫ് എ പുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് കോൾ ഓപ്ഷൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് അതിൽ നിന്നും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം എന്താണ്, ഒരു യൂറോപ്യൻ പുട്ട് എന്ന് പറയുന്നതും യൂറോപ്യൻ കോൾ എന്ന് പറയുന്നതും അതിന് സെയിം വാല്യൂ ആണ് ഉള്ളത്. സോ നമുക്ക് ഒരു വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റതിൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. Put call parity also establishes a link between capital market, derivative market and debt market. DEBT in the debt market. Then put call parity can be used to check for arbitrage opportunities resulting from relative mispricing of call and put. ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം, ഇതിൽ വാല്യൂല് വ്യത്യാസം ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ നിന്ന് എന്തുള്ളൂ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ദെൻ പുട്ട് കോൾ പാരിറ്റി മേ ബി യൂസ്ഡ് ടു ജഡ്ജ് റിലേറ്റീവ് സെൻസിറ്റിവിറ്റി ടു പാരാമീറ്റർ ചേഞ്ചസ്. ഇതൊക്കെയാണ് യൂസസ് ഓഫ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ്. സോ എക്സാമിന് എന്താണ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എക്സാമ്പിൾ സഹിതം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓപ്ഷൻ പ്രൈസിങ് മോഡൽസ്. നമ്മളുടെ മെയിൻ കോർ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ പ്രൈസിങ് മോഡൽസ്. എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ പ്രൈസിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ പ്രൈസിങ് മോഡൽ ബേസിക്കലി കുറേ മോഡൽസ് ഉണ്ട്, പലതരത്തിലുള്ള മോഡൽസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ സിലബസിൽ നമുക്ക് പഠിക്കാവുന്നത് മെയിൻ ആയിട്ടുള്ള രണ്ട് മോഡൽസാണ്, ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡലും Black-Scholes ഓപ്ഷൻ പ്രൈസിങ് മോഡലും. ആ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡലിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ് ഉണ്ട്, റിസ്ക് ന്യൂട്രൽ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ മൊത്തം നമുക്ക് 3 മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ്, റിസ്ക് ന്യൂട്രൽ മെത്തേഡ്, Black-Scholes ഓപ്ഷൻ പ്രൈസിങ് മോഡൽ. ഈ മെത്തേഡുകളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ പ്രീമിയം കാൽക്കുലേഷൻ നടത്തുന്നത്? ആദ്യത്തെ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ. ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ ഡിറൈവ് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ജോൺ കോക്സ്, സ്റ്റീഫൻ റോസ് ആൻഡ് മാർക്ക് റോബിൻസ്റ്റീൻ എന്ന് പറയുന്ന 3 ആൾക്കാരാണ്. ഇതിനെ CRR ഓപ്ഷൻ പ്രൈസിങ് മോഡൽ എന്നാണ് പറയുന്നത്. ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ യൂസിങ് ദ പ്രോബബിലിറ്റീസ് ഓഫ് സ്റ്റോക്ക് മൂവിങ് അപ്പ് ഓർ ഡൗൺ, ദ റിസ്ക് ഫ്രീ റേറ്റ് ആൻഡ് ദ ടൈം ഇൻ്റർവൽ ഓഫ് ഈച്ച് സ്റ്റെപ്പ് ടിൽ എക്സ്പയറി. അതായത് ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡലിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നമ്മൾ ബേസിക്കലി നമ്മൾ എടുക്കുന്ന മെയിൻ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ അസംഷൻ പ്രൈസ് കൂടാം, പ്രൈസ് കുറയാം. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് മൂവിങ് അപ്പ് ഓർ ഡൗൺ, ഈ രണ്ട് പ്രോബബിലിറ്റി നമ്മൾ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ കൂടുന്ന സമയത്ത് എന്തായിരിക്കും, കുറയുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കും, അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. റിസ്ക് ഫ്രീ റേറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു റിസ്ക് ഫ്രീ റേറ്റിലാണ്. ആൻഡ് ദ ടൈം ഇൻ്റർവെൽ, നമ്മൾ എത്രയാണോ ടൈം ഇൻ്റർവെൽ യൂസ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ നടത്തുന്നത്. Using the probabilities, a tree would be constructed and evaluated to finally find the price of option. നമ്മൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട്, ഈ പ്രോബബിലിറ്റീൻ്റെ ബേസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടോട്ടാണ് വരിക. അതായത് നമ്മളുടെ എയിം എന്താ? അപ്പോൾ
പ്രീമിയം കാൽക്കുലേഷനാണ്. അതായത് പ്രീമിയം എത്രയായിരിക്കും വരിക, അതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക, ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് എന്താണ്, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പ്രൈസ് എന്താണ്, അതിൽ നിന്നും തൊട്ട് ബാക്കോട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ബൈനോമിയൽ ട്രീ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നു. ഒരു ബൈനോമിയൽ ട്രീ ബിൽഡ് ചെയ്യുന്നു. ബൈനോമിയൽ ട്രീൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ORൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ബൈനോമിയൽ ട്രീൻ്റെ ഫോർമാറ്റിൽ നമ്മളൊരു പ്രോബബിലിറ്റി ബേസ് ചെയ്തുകൊണ്ട് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ നടത്തുന്നു. അതിനെയാണ് ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. ആ ട്രീയെ പറയുന്ന പേരാണ് ബൈനോമിയൽ ട്രീ. Binomial tree states that during a short interval of time, the stock will have only two possible values, an upside move or downside move. രണ്ട് മൂവ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്. Binomial model is a discrete time model. It is based on binomial probability distribution. നമ്മൾ പലതരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ട് QTയിൽ, ബൈനോമിയൽ, പോയ്സൺ ആൻഡ് നോർമൽ. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ ബേസ് ചെയ്യുന്നത്. ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഇൻ വിച്ച് ദർ ആർ ടു ഔട്ട്കംസ്. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ രണ്ട് ഔട്ട്കം ആണുള്ളത്. ഒന്നുകിൽ അപ്പ് മൂവ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൗൺ മൂവ്മെൻ്റ് ആയിരിക്കും. ടു സ്റ്റേറ്റ് മോഡൽ ആണ് ബൈനോമിയൽ മോഡൽ. അപ്പോൾ ബൈനോമിയൽ മോഡൽ ഈസ് എ ടു സ്റ്റേറ്റ് മോഡൽ. ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് മോഡൽ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ബൈനോമിയൽ മോഡൽ അല്ലെങ്കിൽ ബൈനോമിയൽ ട്രീ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഒരു പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് രണ്ട് വാല്യൂ ഉണ്ടായിരിക്കും, SU ആൻഡ് SD. SU എന്ന് പറയുന്നത് ഒരു അപ്പർ വാല്യൂ ഉണ്ടായിരിക്കും, അതിനുള്ള പ്രോബബിലിറ്റി ഉണ്ടായിരിക്കും. ഒരു ലോവർ വാല്യൂ ഉണ്ടാവാനുള്ളൊരു പ്രോബബിലിറ്റിയും ഉണ്ട്. ഈച്ച് പോയിന്റ് വേർ ദ ടു ലൈൻ മീറ്റ് ഈസ് കോൾഡ് നോഡ്. നമ്മളൊരു ട്രീ വരയ്ക്കുമ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ കണക്ഷൻ പോവുകയാണ് ചെയ്യുക ബൈനോമിയൽ ട്രീയിൽ. അപ്പോൾ ഓരോ പോയിന്റും എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, വേർ ടു ലൈൻ മീറ്റ്, രണ്ട് ലൈനുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ പ്ലേസിനെയാണ് നോഡ് എന്ന് പറയുന്നത്. നോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പോസിബിൾ ഫ്യൂച്ചർ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. The probability that the stock price will move from one node to another is known as transition probability. Transition probability എന്ന് പറയുന്നത് it is the probability, അതായത് the chance that the stock price will move from one node to another. ഒരു പ്രൈസിൽ നിന്നും മറ്റൊരു പ്രൈസിലേക്ക്, നമുക്കറിയാം ഒരു സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷൻ്റെ പ്രൈസ് നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ചേഞ്ച് ചെയ്യുന്നത് ചിലപ്പോൾ അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആയിരിക്കാം. പിറ്റത്തെ ദിവസം, അതായത് ഇപ്പോൾ ഒരു 3 മാസം എക്സ്പിറേഷൻ ഡേറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എത്ര മൂവ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും, അതിനെയെല്ലാം നമ്മളൊരു ട്രീയിലൂടെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബൈനോമിയൽ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൂവ്മെൻറ്റിൽ നിന്നും മറ്റൊരു മൂവ്മെൻറ്റിലേക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റോക്ക് പ്രൈസ് വിൽ മൂവ് ഫ്രം വൺ നോഡ് ടു അനദർ ഈസ് നോൺ ആസ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. Then characteristics of binomial model. നമ്മൾ നേരത്തെ പറഞ്ഞു it is discrete time model. Length of time interval remain constant throughout the tree. നമുക്കറിയാം അപ്വേർഡ് മൂവ്മെൻ്റ് ഉള്ളതും ഡൗൺവേർഡ് മൂവ്മെൻ്റ് ഉള്ളതും സെയിം ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then volatility means constant throughout the tree. The probability of an up movement and a down movement remain the same in the entire tree. It is recombinant. ദെൻ നമുക്ക് വീണ്ടും അത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അതിന് വീണ്ടും അതിനെന്ത് വരുന്നുണ്ട്, വീണ്ടും കണക്ഷൻസ് വരുന്നുണ്ട്. ഓപ്ഷൻ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ബാക്ക്വേർഡ് കാൽക്കുലേഷൻ പ്രോസസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ക്വേർഡ് ഫ്രം എക്സ്പിറേഷൻ ടു പ്രസൻറ്റ് സിറ്റുവേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ അസംഷൻസ് പറയുന്നത് ഏതൊരു തിയറി ആണെങ്കിലും നമ്മളതിന് ഒരു അസംഷൻസ് പറയും. ഇതിലുള്ള അസംഷൻ പറയുന്നത് S0ന് രണ്ട് വാല്യൂ ഉണ്ട്, അപ്പർ വാല്യൂ, ലോവർ വാല്യൂ. പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വാല്യൂ ഓഫ് 1+R ഈസ് ഗ്രേറ്റർ ദാൻ D ആൻഡ് സ്മോളർ ദാൻ U. നമുക്കറിയാം D എന്ന് പറയുന്നത് ലോവർ വാല്യൂ ആണ്, അതിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഡിനേക്കാളും കൂടുതലായിരിക്കും വാല്യൂ ഓഫ് 1+R, അതായത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലോവർ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും, അപ്പർ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. Then investors are prone to wealth maximization. Price of security changes continuously. Exercise price എന്ന് പറയുന്നത് E ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്.
ദെൻ അതിൽ വരുന്ന ബൈനോമിയൽ മോഡലിൽ സിംഗിൾ പീരീഡ് ബൈനോമിയൽ മോഡലുണ്ട്, 2 പീരീഡ് ബൈനോമിയൽ മോഡലുണ്ട്, മൾട്ടി പീരീഡ് ബൈനോമിയൽ മോഡലുണ്ട്. അതിൽ സിംഗിൾ പീരീഡ് ബൈനോമിയൽ മോഡൽ ഞാൻ പറഞ്ഞു കോൾ ഓപ്ഷൻ്റെ കേസിൽ മാത്രമേ നമ്മൾ ഈ മോഡലുകളൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. പുട്ട് ഓപ്ഷൻ്റെ കേസിൽ പ്രത്യേകിച്ച് മോഡലില്ല. കോൾ ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾക്ക് പുട്ട് ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് ആദ്യം മെൻഷൻ ചെയ്തത്. അപ്പോൾ സിംഗിൾ പീരീഡ് ബൈനോമിയൽ മോഡലിൽ 2 തരത്തിൽ നമുക്ക് ബൈനോമിയൽ മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ്, റിസ്ക് ന്യൂട്രൽ മെത്തേഡ്. ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡും റിസ്ക് ന്യൂട്രൽ മെത്തേഡും വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ്. ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡിൽ ഒരു അസംഷൻ എന്താണെന്ന് വെച്ചാൽ outcomes for a particular share on which the option contract has been written can result into any two values, that is a high value or low value as compared to spot price of the call option. അതായത് ഇവിടെ നമ്മളുടെ അസംഷൻ പറയുന്നത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന് ഹൈ വാല്യൂ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോ വാല്യൂ ഉണ്ടായിരിക്കാം. ഇനി ഇവിടെ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഹെഡ്ജ് റേഷ്യോ ആണ്. ഹെഡ്ജ് റേഷ്യോ നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹെഡ്ജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഫ്യൂച്ചർ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് മറിച്ച് നോക്കുക. ഇവിടെ നമ്മൾ ഹെഡ്ജ് റേഷ്യോ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക പോർട്ട്ഫോളിയോയിൽ. അതായത് ഹെഡ്ജ് റേഷ്യോ ക്യാൻ ഹെൽപ്പ് ഇൻ ക്രിയേറ്റിംഗ് എ പോർട്ട്ഫോളിയോ വിത്ത് 0 ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കോൾ ഓപ്ഷൻ. ഹെഡ്ജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ means it is the ratio of the difference between highest and lowest value of the call option and the difference of the maximum and minimum price of the underlying share. അതായത് അത് ഒരു റേഷ്യോ ആണ്. റേഷ്യോ ആകുമ്പോൾ ഒരു നോമിനേറ്റർ ഉണ്ടായിരിക്കും, ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും. അതിൻ്റെ നോമിനേറ്റർ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹയസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ്റെ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം ആൻഡ് മിനിമം പ്രൈസ് ഓഫ് ദി അണ്ടർലൈങ് അസെറ്റ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹെഡ്ജ് റേഷ്യോ കിട്ടിയിരിക്കുന്നത് 0.9 ആണെന്ന് വിചാരിക്കാം. 0.9 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഹെഡ്ജ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ പൊസിഷൻ വിൽ ബി ന്യൂട്രൽ ഓർ ഇൻഡിഫറൻറ്റ്. എങ്ങനെയാണെങ്കിൽ hedge ratio 0.9 means an investor should buy 0.9 shares and sell 1 call option. ഒരു കോൾ ഓപ്ഷൻ വിൽക്കുമ്പോൾ അയാൾ 0.9 കോൾ ഓപ്ഷൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓപ്ഷൻ ബയർ 0.9 ഷെയർസ് വാങ്ങിക്കുകയും ചെയ്യുന്നു, അയാൾ തന്നെ ഒരു ഓപ്ഷൻ സെല്ലർ ആവുകയാണ്. ഒരു ഓപ്ഷൻ അയാൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ന്യൂട്രലാണ്. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പോൾ അതാണ് 0.9 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇതിന് പകരം 1.1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഷെയർ വിൽക്കുമ്പോൾ അയാൾ 1.1 ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ന്യൂട്രലാണ്. അപ്പോൾ ആ ഹെഡ്ജ് റേഷ്യോ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാം. അപ്പോൾ ആ ഹെഡ്ജ് റേഷ്യോ നമ്മൾ ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡിൽ നമ്മളൊരു 5 സ്റ്റെപ്സ് ആണുള്ളത്, 5 or 4 സ്റ്റെപ്സ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ. ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ കണ്ടുപിടിക്കാം. ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ എന്ന് പറയുന്നത് CU is equal to SU minus E. ദാറ്റ് ഈസ് കോൾ ഓപ്ഷൻ്റെ കേസിൽ നമുക്കറിയാം ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ് ആണ്. സോ SU മൈനസ് E ആണ് ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ എസ്റ്റിമേറ്റ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ. ലോവസ്റ്റ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ എന്ന് പറയുന്നത് SD മൈനസ് E അല്ലെങ്കിൽ 0, ഇതിലേതാണോ മാക്സിമം വാല്യൂ വരുന്നത് അതായിരിക്കും. ദെൻ സ്റ്റെപ്പ് 3, മൂന്നാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഹെഡ്ജ് റേഷ്യോ. ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു CU മൈനസ് CD, അതായത് ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ SU മൈനസ് SD. നാലാമത്തെ സ്റ്റെപ്പ് എസ്റ്റിമേറ്റ് ദ ഫണ്ട് ടു ബി ബോറോഡ്.
എത്രയാണ് ഫണ്ട് നമ്മൾ ബോറോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഫണ്ടാണ് ബോറോ ചെയ്യേണ്ടത്. അതായത് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് ബോറോ ചെയ്യാണ്. ആ ഫണ്ട് ബോറോ ചെയ്യുന്നതിന് റിസ്ക് ഫ്രീ റേറ്റ് ആണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ എത്രയാണ് ബോറോ ചെയ്യേണ്ടതിന് ഇക്വേഷനാണ് ബി ഇസ് ഇക്വൽ ടു ഡി സി യു മൈനസ് യു സി ഡി ഡിവൈഡഡ് ബൈ യു മൈനസ് ഡി ഇൻറ്റു 1+R. ഓരോന്ന് എന്താണെന്ന് പറയാം. സി യു എന്ന് പറയുന്നത് നമുക്കറിയാം ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ, സി ഡി എന്ന് പറയുന്നത് ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ, ഡി എന്ന് പറയുന്നത് ലോവസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ് അപ് ടു വിച്ച് ദ സ്പോട്ട് പ്രൈസ് ഓഫ് ദ എക്സ്പിറേഷൻ ഡേറ്റ് മൈറ്റ് ഡിക്ലൈൻ. അതായത് ലോവസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്, എത്രയാണോ ലോവസ്റ്റ് മൾട്ടിപ്പിൾ, കറൻറ്റ് സ്പോട്ട് പ്രൈസ് എത്രത്തോളം താഴോട്ട് വരാൻ പറ്റുമോ അതിൻ്റെ ലോവസ്റ്റ് മൾട്ടിപ്പിൾ എത്രയാണ്, അതാണ് ഡി എന്ന് പറയുന്നത്. യു എന്ന് പറയുന്നത് ഹയസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ദെൻ ആർ ഈസ് ഇക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ദ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ ഓഫ് ദി കോൾ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ചു, ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ചു, ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഹെഡ്ജ് റേഷ്യോ കണ്ടുപിടിച്ചു, ദെൻ എസ്റ്റിമേറ്റഡ് ഫണ്ട് ടു ബി ബോറോഡും കണ്ടുപിടിച്ചു. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ പ്രൈസ് ഓഫ് ദി കോൾ ബൈ യൂസിങ് ടി. ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു എസ് മൈനസ് ബി. എച്ച് ഇൻറ്റു എസ് ഹെഡ്ജ് എന്ന് പറയുന്നത് ഹെഡ്ജ് റേഷ്യോ ഇൻറ്റു എസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് അറ്റ് പ്രസൻറ്റ് മൈനസ് ബോറോഡ് ഫണ്ട്. എത്രയാണോ നമ്മൾ ഹെഡ്ജ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് അത് മൈനസ് ബോറോഡ് ഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ കോൾ ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഈ എക്സാമ്പിളിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഓഫ് എ എന്ന് പറയുന്നത് 100 രൂപയാണ്. അതായത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓപ്ഷൻ വിത്ത് ആൻ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 115 ആണ്. അതായത് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്, അതേസമയം എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 115 രൂപയാണ്. ഫോർ എ കോൾ ഓപ്ഷൻ വിത്ത് 12 months to expiration, it is estimated that the spot price of these shares at the end of 3 months ഫ്രം നൗ, 3 മാസം കഴിഞ്ഞാൽ മൈറ്റ് ഇൻക്രീസ് ബൈ 60% ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്, 60% ഇൻക്രീസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓർ ഇറ്റ് മൈറ്റ് ഡിക്ലൈൻ ബൈ 20% ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ്, 20% ഡിക്ലൈൻ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇഫ് ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണെങ്കിൽ എത്രയായിരിക്കും വാല്യൂ ഓഫ് ദി കോൾ ഓപ്ഷൻ? അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിലൂടെ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ. ഹയസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ എന്ന് പറയുന്നത് സി യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് യു മൈനസ് ഇ എന്ന് പറയുമ്പോൾ 160 എസ് യു എന്ന് പറയുന്നത്, 160 മൈനസ് 115, ദാറ്റ് ഈസ് 45 രൂപയാണ് സി യു എന്ന് പറയുന്നത്. ഇനി സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സി ഡി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ എക്സസൈസ് ചെയ്യില്ല. കാരണം എന്താണ്? ലോവസ്റ്റ് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എക്സസൈസ് ചെയ്യില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 0 ആയിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. സോ സി യു കിട്ടി, നമുക്ക് സി ഡി കിട്ടി. ഇനി എസ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എസ് യു നമുക്കറിയാം, എസ് യു 160. ദെൻ 160 എന്ന് പറയുന്നത് എന്താ കാരണം? എങ്ങനെയാണ് 160 കിട്ടുന്നത്? 100 + 60% ഇൻക്രീസ്, 60% ഇൻക്രീസ് ഉണ്ടായതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. എസ് ഡി എന്ന് പറയുന്നത് 100 മൈനസ് 20%, അതായത് 100-ൽ നിന്ന് 20% കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര കിട്ടും? 80. അപ്പോൾ 80 രൂപയാണ് എസ് ഡി. എസ് യു എന്ന് പറയുന്നത് 160. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് യു കിട്ടി, എസ് ഡി കിട്ടി, സി യു കിട്ടി, സി യു കിട്ടി ആൻഡ് സി ഡി കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക? ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സി യു ഇക്വേഷൻ എന്ന് പറയുന്നത്
CU മൈനസ് CD ഡിവൈഡഡ് ബൈ SU മൈനസ് SD. അതായത് ഇവിടെ CU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 മൈനസ് 0 ഡിവൈഡഡ് ബൈ 160 മൈനസ് 80. ദാറ്റ് ഈസ് ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.56. അതായത് ഇതാണ് നമ്മളുടെ ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പ് കവർ ചെയ്തു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ബോറോഡ് ഫണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ബോറോഡ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, DCU മൈനസ് UCD. അപ്പോൾ അവിടെ എന്താണ് D എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. D എന്താണ്, U എന്താണ്? D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ് അപ് ടു വിച്ച് ദ സ്പോട്ട് പ്രൈസ് ഓൺ ദ എക്സ്പിറേഷൻ മൈറ്റ് ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യത, അതിനെയാണ് D എന്ന് പറയുന്നത്. അപ്പോൾ D എന്ന് പറയുന്നത് 80/100. അതായത് 100 മാർക്കറ്റ് പ്രൈസ് ആകുമ്പോൾ അതിൽ കുറയാനുള്ള സാധ്യത 80, ദാറ്റ് ഈസ് 0.8. ഇനി U എന്ന് പറയുന്നത് 160/100, അതായത് 1.6. ഓക്കെ, അപ്പോൾ 1.6. അപ്പോൾ നമുക്ക് ഹെഡ്ജ് റേഷ്യോ കിട്ടി, B കിട്ടി. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പോൾ B നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? B നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? DCU എന്ന് പറയുമ്പോൾ 0.8 ഇൻറ്റു 45 മൈനസ് 1.6 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 1.6 മൈനസ് 0.8 ഇൻറ്റു 1.10. ഇത് നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള കാര്യങ്ങളെല്ലാം, ഇതിൽ U ആണ് 0.8, 1.6 എന്ന് പറയുന്നതാണ് D ആണ് 0.8, U എന്ന് പറയുന്നത് 1.6 ആണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40.91 ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ C ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C ആണ് ആക്ച്വൽ വാല്യൂ, ദാറ്റ് ഈസ് H ഇൻറ്റു S മൈനസ് B. ഇനി എന്താണ് ഹെഡ്ജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹെഡ്ജ് റേഷ്യോ നമുക്ക് കിട്ടി 0.56 ഇൻറ്റു S എന്ന് പറയുന്നത് 100 ആണ്, മൈനസ് B എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 40.91. ദാറ്റ് ഈസ് ഇത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 15.34 ആണ്. അതായത് ഇതാണ് പ്രീമിയം ഓഫ് ദി കോൾ ഓപ്ഷൻ. ഈ 15.34 എന്ന് പറയുന്നതാണ് പ്രീമിയം ഓഫ് ദി കോൾ ഓപ്ഷൻ. ഈ പ്രീമിയം വാല്യൂ നമ്മൾ ആക്ച്വലി എത്രയാണോ മാർക്കറ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ കോൾ ഓപ്ഷനാണോ വാങ്ങിക്കേണ്ടത്, പുട്ട് ഓപ്ഷനാണോ വാങ്ങിക്കേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഇതാണ് ഓപ്ഷൻ. പിന്നെ ഇക്വാലൻറ്റ് മെത്തേഡിൽ നമ്മൾ കോൾ ഓപ്ഷൻ പ്രൈസ് വാല്യൂ അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ദ നെക്സ്റ്റ് റിസ്ക് ന്യൂട്രൽ മെത്തേഡ്. റിസ്ക് ന്യൂട്രൽ മെത്തേഡിൽ നമ്മൾ ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡിൽ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഹെഡ്ജ് റേഷ്യോ ആണെങ്കിൽ, റിസ്ക് ന്യൂട്രൽ മെത്തേഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് as per the risk neutral method, the risk-free rate of interest is a weighted average of rate of return at higher and lower probable price, where the weight used represents the probabilities of rise and fall in prices. ഇവിടെ weighted average ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. റിസ്ക് ന്യൂട്രൽ മെത്തേഡിൽ നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം എസ്റ്റിമേറ്റ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി കോൾ, രണ്ടാമത് എസ്റ്റിമേറ്റ് ലോവസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം 2 സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഇൻക്രീസ് ഇൻ ദ സ്പോട്ട് പ്രൈസ് ഓഫ് ദി അണ്ടർലൈങ് ഷെയർസ് ഓൺ ദ എക്സ്പിരേഷൻ ഡേറ്റ്. ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ആ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കാണാൻ P ആണ്, ഡിക്രീസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1 - P ആണ്. നമുക്ക് പ്രോബബിലിറ്റിയിൽ അറിയാലോ, ഒന്നിൻ്റെ പ്രോബബിലിറ്റി P ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോബബിലിറ്റി 1 - P ആയിരിക്കും. അപ്പോൾ ഈ 2 വാല്യൂസും നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ ഇൻവെസ്റ്റർ ഓൺ ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. എത്രയാണോ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ വരുന്നത്, ആ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പ്രോബബിലിറ്റി വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇക്വേഷൻ എന്ന് പറയുന്നത് ER എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അത് നമുക്കറിയാം, നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും എക്സ്പെക്റ്റഡ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, =
പി ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, പ്ലസ് 1 മൈനസ് പി ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 1 മൈനസ് പിയും കണ്ടുപിടിക്കാം. ഓക്കെ. Then next step, calculate the expected future value of the call option with the help of probability. നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള പ്രോബബിലിറ്റി വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്താണ് ഈ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്? എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് സി യു നമ്മൾ കണ്ടുപിടിച്ചു, കോൾ ഓപ്ഷൻ വാല്യൂ ഇൻറ്റു പി പ്ലസ് സി ഡി എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ഇൻറ്റു 1 മൈനസ് പി. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ കിട്ടും. ഈ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 1 പ്ലസ് r⁻n ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി കോൾ കിട്ടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതാണ് റിസ്ക് ന്യൂട്രൽ മെത്തേഡ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേണിനാണ്. അതായത് എത്രയാണോ റേറ്റ് ഓഫ് റിട്ടേൺ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി വാല്യൂ അസ്യൂം ചെയ്യുന്നു. ആ പ്രോബബിലിറ്റി വാല്യൂവിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി കോൾ കണ്ടുപിടിക്കുന്നു. നേരത്തെ പറഞ്ഞ അതേ സെയിം എക്സാമ്പിളിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാം? ഇതേ പ്രോബ്ലം തന്നെ ഇത് റിസ്ക് ന്യൂട്രൽ മെത്തഡിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആദ്യം നമ്മൾ മറ്റതിൽ പറഞ്ഞതുപോലെ സി യു ആൻഡ് സി ഡി വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സി യു സി ഡി നമുക്കറിയാം. എത്രയാണ് സി ഡി വരുന്നത്? സി ഡി ഈസ് ഇക്വൽ ടു 0, സി യു ഈസ് ഇക്വൽ ടു 45. ഇനി എസ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എസ് യു എത്രയാണ്? 160 എസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ ഈ 2 സ്റ്റെപ്പായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതായത് എക്സ്പെക്റ്റഡ് റിട്ടേണിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റി വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ്പെക്റ്റഡ് റിട്ടേൺ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? പി ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് പ്ലസ് 1 മൈനസ് പി ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ്. ഇത് ഇൻക്രീസ് ആണ്, ഇത് ഡിക്രീസ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ എത്രയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്? എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. 10% എന്ന് പറയുമ്പോൾ 0.10 ഈസ് ഇക്വൽ ടു പ്രോബബിലിറ്റി വാല്യൂ നമുക്ക് എത്രയാണെന്നുള്ള അറിയില്ല, ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എത്രയാണ്? 0.60, 60% ഇൻക്രീസ് ആണ്, പ്ലസ് 1 മൈനസ് പി ഇൻറ്റു എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് എന്ന് പറയുന്നത്? മൈനസ് 0.20. ഓക്കെ. അപ്പം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? 0.10 ഈസ് ഇക്വൽ ടു 0.60 പി മൈനസ് 0.20 പ്ലസ് 0.20 പി. ഓക്കെ. ദെൻ ഇത് വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 0.10 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ 0.20 ഈസ് ഇക്വൽ ടു 0.80 പി. അതായത് therefore പി എന്ന് പറയുന്നത് പി ഈസ് ഇക്വൽ ടു 0.30 ഡിവൈഡഡ് ബൈ 0.80, ദാറ്റ് ഈസ് 0.375 ആണ് പി എന്ന് പറയുന്നത്. അപ്പോൾ 1 മൈനസ് പി എത്രയായിരിക്കും വരിക? 1 മൈനസ് പി എന്ന് പറയുന്നത് 1 മൈനസ് 0.375, ദാറ്റ് ഈസ് എത്രയാണ് വരുന്നത്? 0.625. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പി എക്സ്പെക്റ്റഡ് റിട്ടേൺ വെച്ചിട്ട് നമ്മൾ പ്രോബബിലിറ്റി വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് സി യു ഇൻറ്റു പി പ്ലസ് സി ഡി ഇൻറ്റു 1 മൈനസ് പി. അതായത് സി യു ഇൻറ്റു പി പ്ലസ് സി ഡി ഇൻറ്റു 1 മൈനസ് പി. അതായത് 45 ഇൻറ്റു 0.375 പ്ലസ് 0 ഇൻറ്റു 0.625. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇനി നമ്മൾ ഈ വാല്യൂ, അതായത് ഫ്യൂച്ചർ വാല്യൂ, ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഡിവൈഡഡ് ബൈ, ഈ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁻n ചെയ്യുമ്പോൾ, 1+r⁻n എന്ന് പറയുമ്പോൾ 1.1/1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 15.34. ഇവിടെ നമുക്കറിയാം ഇതേ വാല്യൂ തന്നെയാണ് നമുക്ക് മറ്റേ കഴിഞ്ഞ പ്രോബ്ലത്തിൽ മറ്റേ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോഴും കിട്ടിയിട്ടുള്ളത്. സോ ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഒന്നിൽ ഹെഡ്ജ് റേഷ്യോ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, മറ്റേതിൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എക്സ്പെക്റ്റഡ് റിട്ടേണിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡലിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ്, പ്രൈസ് ഓഫ് എ പുട്ട് ഓപ്ഷൻ. നമ്മൾ പറഞ്ഞു പ്രൈസ് എങ്ങനെയാണ് ഒരു പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ കോൾ ഓപ്ഷൻ്റെ പ്രൈസ്. അതായത് നമ്മൾ ഫസ്റ്റ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പിൽ പറഞ്ഞിരുന്നൊരു ഇക്വേഷൻ ഉണ്ട്, C+PVE P+S. ദാറ്റ് ഈസ് നമ്മൾ ഒരിക്കൽ കോൾ ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ P = C-S+PV × E. ഈ വാല്യൂസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൽ നിന്നും പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 പീരീഡ് ബൈനോമിയൽ മോഡൽ. നമ്മളിപ്പോൾ സിംഗിൾ പീരീഡ് ബൈനോമിയൽ മോഡലാണ് പറഞ്ഞത്. ഇനി അടുത്ത് 2 പീരീഡ് ബൈനോമിയൽ മോഡൽ എന്ന് പറയുമ്പോൾ ഇത് ടെക്സ്റ്റിലുള്ള പോർഷൻ തന്നെയാണ്. ഞാനത് ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇത് ഫോട്ടോ ഇട്ടിട്ടുള്ളത്. 2 പീരീഡ് ബൈനോമിയൽ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ട്രീയിൽ ഒന്നും കൂടെ ശിഖരങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് 2 പീരീഡ് ബൈനോമിയൽ മോഡൽ എന്ന് പറയുന്നത്. അതായത് ദ 1 സ്റ്റെപ്പ് ബൈനോമിയൽ ട്രീ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എ 2-step binomial tree. Thus the number of periods will be 3. 3 പീരീഡ് ഉണ്ടായിരിക്കും. 0, 1, 2. 3 പീരീഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. Therefore the number of outcomes will increase. Suppose the price of stock is 100 and in 2 periods it may go up by 20%, go down by 20% in each period. 2 പീരീഡിൽ നമ്മൾ സെയിം ആയിട്ടുള്ള ഇൻക്രീസും ഡിക്രീസും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ ബൈനോമിയൽ ട്രീൻ്റെ പോക്ക്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. ഇനി ഈ 2 പീരീഡ് ബൈനോമിയൽ മോഡലിൽ എങ്ങനെയാണ് നമ്മളൊരു കോൾ ഓപ്ഷൻ്റെ അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. P² CU² + 2P × 1 - P CUD + 1 - P² × CD² ഡിവൈഡഡ് ബൈ 1 + R². ഇത് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചാൽ മാത്രം മതി. ഇത് വെച്ചിട്ട് പ്രോബ്ലം, മറ്റേത് നിങ്ങൾ ഒരു വട്ടം ഒന്ന് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചതുവരെ കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾ ബൈനോമിയൽ മോഡലും മറ്റേ മോഡലിൽ നിന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ഇക്വേഷൻസ് പഠിച്ചാൽ മതി. ദെൻ മൾട്ടി പീരീഡ് ബൈനോമിയൽ മോഡലിൽ കുറച്ചും കൂടെ ഇത് കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇക്വേഷൻ. അതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി ബൈനോമിയൽ ഓപ്ഷൻ മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ബൈനോമിയൽ ഓപ്ഷൻ മോഡലിൽ നമ്മൾ അതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് ഇറ്റ് ഈസ് ഏബിൾ ടു ഹാൻഡിൽ എ വെറൈറ്റി ഓഫ് കണ്ടീഷൻസ് ഫോർ വിച്ച് അതർ മോഡൽസ് കനോട്ട് ബി ഈസിലി അപ്ലൈഡ്. നമ്മൾ പിന്നെ അമേരിക്കൻ ഓപ്ഷൻസിൻ്റെ കേസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇതിന് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിലും സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് ആണുള്ളത്. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇത് തരുന്നത്. ഇത് നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അമേരിക്കൻ ഓപ്ഷൻസിൻ്റെ കേസിലാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിസ്ക്ലെസ് ഹെഡ്ജ് ലീഡ്സ് ടു ഫൈൻഡിങ് ഔട്ട്. അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ബെറ്റർ മോഡലാണ് ഫോർ വാല്യൂഷൻ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ, കറൻസി ഓപ്ഷൻ്റെ കേസിലൊക്കെ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡലാണ്. എന്നാൽ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ദ ബേസിക് അസംഷൻ ദാറ്റ് ദർ ആർ 2 പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഇംപ്രാക്ടിക്കലാണ്, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു അസംഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അസംഷൻ എന്ന് പറയുന്നത് ശരിക്ക് തെറ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ മോഡൽ റിലേറ്റീവ്ലി സ്ലോ ആണ്. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ സൊല്യൂഷൻ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക്-സ്കോൾ മോഡലിനേക്കാളും കൂടുതൽ കോംപ്ലക്സ് ആണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബൈനോമിയൽ ഓപ്ഷൻ മോഡലിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. ദ നെക്സ്റ്റ് മോഡൽ Black-Scholes ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ.
Black-Scholes ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫിഷർ, ബ്ലാക്ക് ആൻഡ് മൈറോൺ സ്കോൾസ് ആണ്. ഇവിടെ നമ്മൾ ബൈനോമിയൽ മോഡൽ നമ്മൾ പറഞ്ഞു അമേരിക്കൻ ഓപ്ഷൻ്റെ കേസിലാണ് നമ്മൾ പിന്നെ ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ യൂറോപ്യൻ കോൾ ഓപ്ഷൻ്റെ കേസിലാണ് ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തഡാണ്. കോംപ്ലക്സ് കാൽക്കുലസും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും, അതായത് മാത്തമാറ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് Black-Scholes ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനാണിത്. വി സി ഇസ് ഇക്വൽ ടു എസ് ഇൻറ്റു എൻ ഇൻറ്റു ഡി വൺ മൈനസ് ഇ ഇൻറ്റു ഇ എക്സ് റേസ് ടു ആർ ടി ഇൻറ്റു എൻ ഡി ടു. ഇതിൽ എന്താണ് ഡി വണ്ണും ഡി ടും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് ബൈനോമിയൽ മോഡലിൽ നിങ്ങൾ ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ മതി. ശരിക്കും അതിൻ്റെ പ്രോബ്ലം ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. കാരണം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആ ഇക്വേഷൻ ഇതാണ് പറയുന്നത്. ആ ഇക്വേഷനെ നമ്മൾ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ പ്രൈസ് ഓഫ് കോൾ ഓപ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, S0 എന്ന് പറയുന്നത് കറൻറ്റ് സ്റ്റോക്ക് പ്രൈസ് ആണ്, N എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ നമ്മളുടെ അസംഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ബൈനോമിയലിൽ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ആണെങ്കിൽ ഇവിടെ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോർമലാണ്. നിങ്ങൾക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ക്യൂട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം രണ്ട് അസിമെട്രിക് അല്ലെങ്കിൽ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ സൈഡായിരിക്കും രണ്ട് സൈഡിലും ഉണ്ടാവുക. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലോഗരിതം വാല്യൂ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ദെൻ ഇ എന്ന് പറയുന്നത് എക്സസൈസ് പ്രൈസ് ആണ്. ഈ മറ്റ് സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്ന എക്സ്പൊണൻഷ്യൽ ടേം, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.7183 ആണ്. ദെൻ ആർ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. ടി എന്ന് പറയുന്നത് ടൈം ടു എക്സ്പിരേഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് D1 കാൽക്കുലേറ്റ് ചെയ്യണം. D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണത് ഇൻ S0 ഡിവൈഡ് ബൈ ഇ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ഓഫ് S0 ബൈ ഇ. S0 എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ എക്സസൈസ് പ്രൈസ്. അതിൻ്റെ നാച്ചുറൽ ലോഗരിതം ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. പ്ലസ് ആർ പ്ലസ് സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് ടി. ഇനി D2 എന്ന് പറയുന്നത് ഇവിടെ പ്ലസിന് പകരം മൈനസ് ആണ് വരുന്നുണ്ടെങ്കിൽ അവിടെ, അതായത് ലോഗരിതം S0 ഡിവൈഡഡ് ബൈ ഇ പ്ലസ് ആർ മൈനസ് സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് ടി. അതല്ലെങ്കിൽ നമുക്ക് D2 D1 മൈനസ് സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് ടി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് കണ്ടുപിടിക്കുക. അതാണ് ND എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള D1 വാല്യൂൻ്റെയും D2 വാല്യൂൻ്റെയും ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ടേബിൾ നോക്കിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാം, നൗ കാൽക്കുലേറ്റ് ദ പ്രൈസ് ഓഫ് ഓപ്ഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ റെസ്പെക്റ്റീവ് വാല്യൂസ് ബൈ യൂസിങ് ദി ഫോർമുല. ഈ ഫോർമുലയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, ഓപ്ഷൻ പ്രൈസിൻ്റെ കാൽക്കുലേഷൻ. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഫോർമുലയിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് അറിയാം മറ്റേതിനേക്കാളും നല്ല ബുദ്ധിമുട്ടുള്ള മെത്തേഡാണ്. ഇവിടെ നമുക്ക് ഈസിലി ഓരോ ടേംസും കിട്ടില്ല. കാരണം നമുക്ക് ലോഗരിതം ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. അതുകൊണ്ട് Black-Scholes മോഡൽ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ചോദിക്കാറില്ല. നിങ്ങൾ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വയ്ക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻസും പഠിച്ചു വയ്ക്കുക. ദെൻ അസംഷൻസ് എന്ന് പറയുന്നത്, ഇവിടെ അസംഷൻസ് എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ടാക്സ് ഇല്ല, നോ റിസ്ക്ലെസ് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ്, നോ ഡിവിഡൻറ്റ് പേയ്മെൻറ്റ്, ഷോർട്ട് സെല്ലിംഗ് ഈസ് പെർമിറ്റഡ്, the volatility of the underlying instrument is known and constant, distribution of the possible share prices at the end of the period of times are log normal distribution ആണെന്നുള്ളൊരു അസംഷൻ ആണ്. മാർക്കറ്റ് ഈസ് an efficient one, ഓപ്ഷൻ being valued is European style ഓപ്ഷൻ ആണ്, നോ പോസിബിലിറ്റി ഓഫ് ഏർലി എക്സസൈസ്. അതായത് അമേരിക്കൻ ഓപ്ഷൻസിൻ്റെ കേസിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് അസംഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ദ കറൻറ്റ് പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് എന്ന് പറയുന്നത് 90 ആണ്. ദ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8% ആണ്.
ഇഫ് ദ വോളറ്റാലിറ്റി ഓഫ് ദ സ്റ്റോക്ക് എന്ന് പറയുന്നത് 23% ആണ്, അതായത് സിഗ്മ എന്ന് പറയുന്നത് 23% ആണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ ₹80 കോൾ ഓപ്ഷൻ? അതായത് നമ്മളുടെ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 80 രൂപയാണെങ്കിൽ അതിൻ്റെ പ്രീമിയം വാല്യൂ എത്രയായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം സ്റ്റെപ്പ് 1 പ്രകാരം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? D1 കണ്ടുപിടിക്കണം. D1 കാണാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ലോഗരിതം, അതായത് ലോഗരിതം S ഡിവൈഡഡ് ബൈ E, ദാറ്റ് ഈസ് 90 ഡിവൈഡഡ് ബൈ 80 കണ്ടിട്ട് അതിൻ്റെ ലോഗരിതം വാല്യൂ 0.11 ആണ്. ദെൻ R പ്ലസ് സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 നമ്മൾ കാണുമ്പോൾ 0.1064 കിട്ടും. ദെൻ സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് T 0.16 കിട്ടി. ദെൻ ന്യൂമറേറ്റർ നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, വാല്യൂ ഓഫ് ദ ന്യൂമറേറ്റർ, ഡിയിലുള്ള ന്യൂമറേറ്റർ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ അത് ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് T ചെയ്യുന്ന സമയത്ത് നമുക്ക് D1 വാല്യൂ കിട്ടും. ഇനി D2 എന്ന് പറയുന്നത് D1 മൈനസ് സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് T ചെയ്യുമ്പോൾ D2 വാല്യൂ കിട്ടും. ദെൻ നമുക്ക് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം, ND1ഉം ND2ഉം, അതായത് ലോഗരിതം ടേബിൾ നോക്കിയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് C = 14.33. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതിന് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ പ്രോബ്ലംസ് ഒന്നും എക്സാമിന് ചോദിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി Black-Scholes യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നമ്മൾ കോൾ ഓപ്ഷൻ അറിയാമെങ്കിൽ പുട്ട് ഓപ്ഷനിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതായത് മറ്റേ കോൾ ഓപ്ഷൻ്റെ ഇക്വേഷൻ പറഞ്ഞതിൽ അതിനൊന്ന് റിവേഴ്സ് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ്റെ ഇക്വേഷൻ കിട്ടും. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ബൈനോമിയൽ മോഡലും Black-Scholes മോഡലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബൈനോമിയൽ മോഡൽ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതിൽ നിന്ന് തന്നെ അറിയാം. ഒന്നിലെന്താണ് കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ, ന്യൂമറിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, മറ്റേതിൽ അനലിറ്റിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബൈനോമിയൽ മോഡൽ ഫ്ലെക്സിബിൾ മോഡലാണ് ടു വാല്യൂ ഓപ്ഷൻസ് ദാറ്റ് ആർ നോട്ട് റെഗുലർലി ട്രേഡഡ്. നമ്മൾ എപ്പോഴും ട്രാൻസാക്ഷൻസ് നടത്തുന്നതല്ല, അവിടെ ആണ് എന്ത് പറയുന്നത് ഈ ബൈനോമിയൽ മോഡൽ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ മറ്റേത് അനലിറ്റിക്കൽ മോഡലാണ് ദാറ്റ് വാല്യൂ ഓപ്ഷൻസ് ദാറ്റ് റെഗുലർലി ട്രേഡഡ്. കൂടുതലായിട്ട് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് Black-Scholes മോഡലാണ് എന്നർത്ഥം. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഷെയർ പ്രൈസ് ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മറ്റേതിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഷെയർ പ്രൈസ് ഫോളോ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ ബൈനോമിയൽ മോഡൽ അമേരിക്കൻ ഓപ്ഷൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്, മറ്റേത് യൂറോപ്യൻ ഓപ്ഷൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ബൈനോമിയൽ മോഡലിൽ ഡിസ്ക്രീറ്റ് ടൈം മോഡലാണുള്ളത്. അത് നമുക്കറിയാം, ബൈനോമിയൽ വാല്യൂസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഡിസ്ക്രീറ്റ് ആയിരിക്കും ഉണ്ടാവുക. മറ്റേത് കണ്ടിന്യൂസ് ടൈം ബേസിസ് ആണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇൻ്റർവെൽസ് ആണ് ഉള്ളത്. ഇതാണ് ബൈനോമിയൽ മോഡലും Black-Scholes മോഡലും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഓപ്ഷൻ ഗ്രീക്ക്. എന്താണ് ഓപ്ഷൻ ഗ്രീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓപ്ഷൻ ഗ്രീക്ക് പറയുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഇതുവരെ ഓപ്ഷൻ്റെ പ്രൈസ് കാൽക്കുലേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും 5 ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? അസറ്റ് പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദി ഓപ്ഷൻ പ്രൈസ്. അസറ്റ് പ്രൈസ് ഉണ്ട്, എക്സസൈസ് പ്രൈസ് ഉണ്ട്, ടൈം റിമൈനിങ് ഫോർ ദ എക്സ്പിറേഷൻ ഉണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്, ദെൻ വൊളറ്റാലിറ്റി മെഷേർഡ് ബൈ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. So, variation in the option value with respect to the each determinant of the price are denoted by Greek letters. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഫാക്ടേഴ്സ് എല്ലാം, ഈ ഫാക്ടേഴ്സിലൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓപ്ഷൻ്റെ പ്രൈസിലും ചേഞ്ച് ഉണ്ടാകും, അതായത് പ്രീമിയത്തിൻ്റെ വാല്യൂലും ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഈ ഫാക്ടേഴ്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് ഓപ്ഷൻ പ്രീമിയത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നതിന് ഓരോന്നിനെയും നമ്മൾ ഗ്രീക്ക് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സിമ്പിൾ കാണിക്കുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഓപ്ഷൻ ഗ്രീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 5 തരത്തിലുള്ള ഓപ്ഷൻ ഗ്രീക്കാണുള്ളത്. ഡെൽറ്റ, തീറ്റ, ഗാമ, റോ, വെഗ. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ദ വാല്യൂ ഓഫ് ദി അസറ്റ് പ്രൈസ്. അസറ്റ് പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓപ്ഷൻ പ്രൈസ് പ്രീമിയം വാല്യൂ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മെഷർ ചെയ്യുന്നത് ഡെൽറ്റ യൂസ് ചെയ്തിട്ടാണ്. തീറ്റ എന്ന് പറയുന്നത് ടൈം ലെഫ്റ്റ് ഫോർ മെച്യൂരിറ്റി. ടൈമിൽ ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വ്യത്യാസത്തിനനുസരിച്ച് ഓപ്ഷൻ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന് മെഷർ ചെയ്യുന്നതാണ് തീറ്റ. ഗാമ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡെൽറ്റ. അത് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പണ്ട്
പറഞ്ഞ ഓർക്കുന്നുണ്ടായിരിക്കും, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ വാല്യൂലുണ്ടാകുന്ന ചേഞ്ച് അതിനെയാണ് ഗാമ എന്ന് പറയുന്നത്. അതിന് എത്രത്തോളം ചേഞ്ച് ഉണ്ടാകുന്നു അതിനനുസരിച്ചിട്ട് ഓപ്ഷൻ പ്രീമിയത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാമ ഉപയോഗിക്കുന്നത്. ദെൻ റോ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ റിസ്ക് ഫ്രീ റേറ്റ്. റിസ്ക് ഫ്രീ റേറ്റിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടാകുന്നു അതിനനുസരിച്ച് ഓപ്ഷൻ പ്രീമിയത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റോ. വെഗ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളറ്റാലിറ്റി. ഇത്രയുമാണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ഓപ്ഷൻ ഗ്രീക്സിൻ്റെ ഈ ടേംസ് ഡെൽറ്റ, വെഗ, തീറ്റ, ഗാമ ഇതെല്ലാം പരീക്ഷയ്ക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് ടെക്സ്റ്റിലെ ലാസ്റ്റ് പാർട്ടിൽ കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞ തന്നെ അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഈ വാല്യൂഷൻ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.